കേരള കോൺഗ്രസിന്റെ കരുത്തുറ്റ മണ്ഡലമായ പാല. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് KM മാണിയുടെ തട്ടകം. അവിടെ 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായ ജോസ് കെ മാണി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയപ്പോൾ UDF രംഗത്തിറക്കിയത് NCP നേതാവായ മാണി സി കാപ്പനെയാണ്. മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച മാണി സി കാപ്പൻ പാല MLA ആയതിനു തൊട്ടു പിന്നാലെ തന്നെ പാല വികസന പ്രവർത്തനങ്ങളിൽ പല വാഗ്വാദങ്ങളും പോരും അവർ തമ്മിൽ നടക്കാറുണ്ട്. ഇപ്പോൾ പാല MLA മാണി സി കാപ്പൻ വികസന പ്രവർത്തനങ്ങളുടെ മുൻപിൽ കയറി നിൽക്കുന്നു എന്ന ആരോപണവുമായി ജോസ് കെ മാണി MP രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതായും ജോസ് കെ മാണി പറയുന്നുണ്ട്. എടുത്തോട്ടെ, ഏത് വികസന പദ്ധതികൾ വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട. പക്ഷേ പാലാ വികസനവുമായി മുൻപോട്ട് പോകണം. പക്ഷേ സങ്കടമുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായി പാല ലോക്ക്ഡൗണായി കിടക്കുകയാണ്. എല്ലാം എടുത്തോ, പക്ഷേ ആക്ഷേപിക്കരുത്. ഇന്നും പരിഹസിക്കുകയാണ്, മുൻപും പരിഹസിച്ചിട്ടില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പട്ടിക്ക് മുഴുത്തേങ്ങ ഇട്ട് കൊടുത്തതുപോലെയാണെന്ന് പരിഹസിച്ചു. അധ്വാനിച്ചിട്ടാണ് 300 കോടി രൂപയുടെ സ്ഥാപനം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. വിഷമമുണ്ട്, പ്രയാസവുമുണ്ട്. കള്ളം പറയുവാനും അപവാദ പ്രചരണങ്ങൾ നടത്തുവാനും ഒരു പറ്റം ആളുകളെ കൂട്ടിനിർത്തി സോഷ്യൽ മീഡിയയിൽ കൂടി കുടുംബത്തെയും മക്കളെയും പോലും അധിക്ഷേപിക്കുന്നു. ഞാനൊക്കെ നിലപാടെടുത്തിട്ടുണ്ട്, KM മാണി നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ പരിഹസിക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പൊതുപ്രവർത്തനം എന്നത് ആക്ഷേപിക്കുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ അല്ല. ഒരുമിച്ച് നിന്ന് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എപ്പോൾ ചെന്നാലും MLA പറയാറ് ഗ്രാമീണ മേഖലയിലെ വികസനമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. ഇലവീഴ പൂഞ്ചിറയിലും KM മാണി ധനകാര്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് പിലിഗ്രിം ടൂറിസം പദ്ധതി കൊണ്ടുവന്നത്. പദ്ധതിക്കായി 99 കോടി രൂപ പ്ലാനിംഗ് ബോർഡ് അനുവദിച്ചു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് തീർത്ഥാടകർ വരാൻ പോവുകയാണ്. 67 കോടി രൂപയാണ് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ചെലവാക്കിയത്. ഇലക്കൽ ഇലവീഴ പൂഞ്ചിറയിലേക്ക് നിർമ്മിച്ച റോഡുകൾക്ക് തുടക്കമിട്ടത് KM മാണിയാണ്. എന്നാൽ എല്ലാത്തിനും മുന്നിൽ കയറി നിന്ന് എല്ലാം ഞാൻ ഇടപെട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ആശുപത്രിയുടെ മുന്നിൽ കൂടി നേരെ ബൈപ്പാസിൽ ചെന്നെത്തുന്ന റോഡ് അവിടെ 2 കോടി രൂപ നമ്മൾ ഇടപെട്ടാണ് അനുവദിച്ചത്. അതിൻ്റെ മുന്നിൽ കയറിയും ഞാൻ ഇടപെട്ടിട്ടാണ് ചെയ്തതെന്ന് MLA പറഞ്ഞു. പാലായിലെ സിന്തറ്റിക് ട്രാക്കിൽ വെള്ളം കയറി നശിച്ചപ്പോൾ ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. ബജറ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അന്ന് മുൻപിൽ കയറി നിന്ന് MLA പറഞ്ഞത് അത് എൻ്റേതാണെന്നാണ്. എടുത്തോട്ടെ, ഏത് വികസന പദ്ധതി വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട. പാലായിൽ വികസനം വരണമെന്നാണ് ഞങ്ങളുടെ നിലപാടെന്നും ജോസ് കെ മാണി പറഞ്ഞു. MLA ആകാൻ കഴിയാതെ പോയ ജോസ് കെ മാണി MP ആയി പ്രവർത്തിച്ച് പാലായിൽ കളം പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ മാണി സി കാപ്പനും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഇനി ആര് നേടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാലായിലെ പ്രധാന ചർച്ചാ വിഷയം.